Hi guys, welcome to Shanks Info. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു UPSന്റെ ബാറ്ററി ചേഞ്ച് ചെയ്യാമെന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, ഇതിപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ എൻ്റെ UPS ആണ്. ഞാനിപ്പോൾ മേടിച്ചിട്ട് ഒരു 3 to 4 years ആയി. അപ്പോൾ 2 years വരെ നമുക്ക് കംപ്ലീറ്റ് സെറ്റിൻ്റെ വാറണ്ടി ഉള്ളൂ. ചിലപ്പോൾ 2 years ബാറ്ററി വാറണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ചില മോഡൽസിനൊക്കെ 1 year ബാറ്ററി വാറണ്ടി വരുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു 2 years കഴിയുമ്പോഴത്തേക്കും 2 years 3 years ആകുമ്പോഴത്തേക്കും നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ബാക്കപ്പ് തീരെയില്ല. നേരത്തെ ഒരു 15 to 20 minutes കിട്ടിയിരുന്ന ഏകദേശം ഒരു 5 minutes താഴെ ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബീപ്പ് അടിച്ചിട്ട് അതിൻ്റെ കണക്റ്റഡ് ലോഡ് ഓഫ് ആവുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അതൊരു ബാറ്ററി ഇഷ്യൂ ആണ്. പൊതുവേ ഈ APC പോലത്തെ UPSന് പൊതുവേ വരുന്ന ഒരു ഇഷ്യൂ ബാറ്ററിയുടെ ഇഷ്യൂ ആണ്. അത് 3 years ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് നമുക്ക് തന്നെ ഈ സെറ്റ് റിമൂവ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സർവീസ് സെൻറ്ററിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററി UPS സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പവർ പ്ലഗ് ഓഫ് ചെയ്തിട്ട് ഇതെപ്പോഴും റിമൂവ് ചെയ്യണം. എന്നിട്ട് വേണം നിങ്ങൾ ഇതിൻ്റെ ബോക്സിൻ്റെ സ്ക്രൂസൊക്കെ അഴിക്കാൻ. അതേപോലെ ബാറ്ററി ടെർമിനൽസ് മാത്രം ടച്ച് ചെയ്തിട്ട് ബാറ്ററിയുടെ ടെർമിനൽസ് മാത്രം ചേഞ്ച് ചെയ്യുക, ബാറ്ററി മാത്രം ചേഞ്ച് ചെയ്യുക. ഓക്കെ, വേറെ കമ്പോണൻസ് ഒന്നും നമുക്ക് തൊടേണ്ട ആവശ്യമില്ല, തൊടാതിരിക്കുകയായിരിക്കും നല്ലതും. ഓക്കെ, അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ബാക്ക് സൈഡിൽ ഇതേപോലെ 4 സ്ക്രൂസ് ഉണ്ട്. 1 2 3 4 സ്ക്രൂസ് ഉണ്ട്. ഓക്കെ, ഇത് ഈ സ്റ്റിക്കർ വാറണ്ടിയുടെയാണ്. നിങ്ങളുടെ വാറണ്ടി കഴിഞ്ഞിട്ടില്ലെങ്കിൽ റിമൂവ് ചെയ്യരുത്. ഓക്കെ, APCയുടെ ഡയറക്റ്റ് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ UPS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഡയറക്റ്റ് വിളിച്ചാൽ മതി. ഹെൽപ്പ് ലൈനിൽ നിന്ന് ഡയറക്റ്റ് കമ്പനിയെ വിളിക്കുക. ഓക്കെ, അല്ലെങ്കിൽ വാറണ്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബാറ്ററി ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഈ സ്റ്റിക്കർ മാറ്റിയിട്ട് ഇവിടെയുണ്ട് സ്ക്രൂ. അപ്പോൾ ഈ 4 സ്ക്രൂ ഓപ്പൺ ചെയ്തിട്ട് വേണം നമുക്ക് പഴയ ബാറ്ററി പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആദ്യം നമുക്ക് ഈ സ്ക്രൂ റിമൂവ് ചെയ്യാം. സ്റ്റാറാണ്. ഓക്കെ, സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്ക് ഈ 4 സ്ക്രൂ ഒന്ന് റിമൂവ് ചെയ്യാം. 4 സ്ക്രൂ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പതുക്കെ നമ്മുടെ ഈ ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡും നമുക്ക് ഇതേപോലെ ബാക്കിലേക്ക് വരും. എന്നിട്ട് ഇവിടെ കുറച്ച് ടൈറ്റ് ആയിരിക്കും. ഈ ഒരു ഏരിയയിൽ നമുക്ക് നമ്മുടെ സ്ക്രൂ ഡ്രൈവിൻ്റെ നെഗറ്റീവ് എഡ്ജ്, ഓക്കെ, ഇതിപ്പോൾ സ്റ്റാറാണ്, സ്റ്റാറിന് നെഗറ്റീവ് എഡ്ജ് ഉണ്ടെങ്കിൽ ഓക്കെ, നെഗറ്റീവ് എഡ്ജായിട്ട് മാറ്റിയിട്ടിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി, റിമൂവ് ആയിക്കോളും. കണ്ടോ, ഇതിപ്പോൾ ഈ സൈഡായി, ഇപ്പോൾ ടോപ്പിലെ സൈഡായി. ഇനി ഇവിടുന്ന് കൂടി റിമൂവ് ചെയ്യാനുണ്ട്. ഈ ഒരു സൈഡും കൂടിയുണ്ട്, ഈ സൈഡും കൂടിയുണ്ട്. ഓക്കെ, ഈ സൈഡും കൂടി നമുക്ക് റിമൂവ് ചെയ്തെടുക്കാനുണ്ട്. അവിടെ ജസ്റ്റ് നമ്മൾ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ട്വിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിനുള്ള ലോക്ക് കണ്ടോ, ലോക്ക് പോയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എല്ലാ സൈഡും ഇപ്പോൾ ഓപ്പൺ ചെയ്തു. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ടോപ്പിലേക്ക് നിങ്ങൾ ആക്കുവാണെങ്കിൽ നമുക്ക് ബാറ്ററി കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ APCയുടെ ബാറ്ററി വരുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലുമാണ്. ഓക്കെ, പോസിറ്റീവ് ടെർമിനൽ റെഡാണ്, നെഗറ്റീവ് ടെർമിനൽ വേറെ ഉണ്ട്. വേറെ ഒന്നും നിങ്ങൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്യണമെങ്കിൽ എപ്പോഴും ഇത് പവർ സപ്ലൈയിൽ നിന്ന് ഡിസ്കണക്റ്റ് ചെയ്യണം. ഓക്കെ, പിൻ ഡിസ്കണക്റ്റ് ചെയ്തിടുക. അതേപോലെ UPS ഓഫ് ആയിരിക്കണം. UPSൽ ഒരു ലൈറ്റും പാടില്ല. UPS ഓഫ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് എപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ ഇത്തിരി ഡസ്റ്റ് ഉണ്ട്, കുറച്ച് പഴയതായതിൻ്റെ ബേസിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബാറ്ററി വരുന്നത്. ബാറ്ററി നിങ്ങൾക്ക് കാണാൻ പറ്റും, പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് സൈഡ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. ഇത്തിരി ടൈറ്റാണ്, നല്ല രീതിയിൽ ടൈറ്റാണ്. ഓക്കെ, ഡസ്റ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററിയുടെ 2 ടെർമിനൽ റിമൂവ് ചെയ്തു. ഇതാണ് നമ്മുടെ APCയുടെ ബാറ്ററി വരുന്നത്.
ഓക്കെ, ഇതെൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസാണ്. ഓക്കെ, ഇത് നോർമലി വരുന്ന 7H ബാറ്ററിയാണ്. ഇനി നമ്മൾ ഇതേപോലത്തെ തന്നെ ഇപ്പോൾ APC നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ വേറെ ഏതാ ബാറ്ററി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ബാറ്ററി മേടിച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് റീഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാം വേറൊരു ബാറ്ററി ആയിട്ട്, എന്നിട്ട് നമുക്ക് അകത്തേക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ ബാറ്ററി വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിപ്പോൾ എക്സൈഡിൻ്റെ ആണ്, ക്ലോറൈഡ് സേഫ് പവർ എന്ന് പറഞ്ഞിട്ടാണ്, സീൽഡാണ്, ലെഡ് ആസിഡ് ബാറ്ററി, 12 വോൾട്ട് 7AH. 7Hൻ്റെ ബാറ്ററീസാണ് നോർമലി 600 VA UPSനൊക്കെ വരുന്നത്. ഓക്കെ, ഇതിനിപ്പോൾ 1 ഇയറേ വാറണ്ടി ഉള്ളൂ. അപ്പോൾ ഏകദേശം എനിക്കൊരു 1000 റുപ്പീസാണ് എൻ്റെ കോസ്റ്റ് വരുന്നത്. നമുക്ക് പഴയ ബാറ്ററി കൊടുത്ത കാരണം ഏകദേശം ഒരു 100 റുപ്പീസ് പഴയ ബാറ്ററിക്ക് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ 900 റുപ്പീസിന് ബാറ്ററി കിട്ടി. 1 ഇയറാണ് ബാറ്ററി വാറണ്ടി വരുന്നത്, എക്സൈഡിൻ്റെ ആണിത്. ഓക്കെ, ഇത് നമുക്ക് വയ്ക്കാം. ഇത് നിങ്ങൾ സാറിന് APCയുടെ സർവീസ് സെൻറ്ററിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം അവരുടെ ബാറ്ററിക്ക് ഏകദേശം ഒരു 1300 1400 റേഞ്ചിൽ അവർ ചാർജ് ചെയ്യും. വേറെ സർവീസ് കോസ്റ്റോ ലേബർ കോസ്റ്റോ ഒന്നും ചാർജ് ചെയ്യില്ല, അവരുടെ ബാറ്ററിക്ക് അത്രയും ചാർജ് ചെയ്യും. ഓക്കെ, നമുക്ക് തന്നെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററി ചേഞ്ച് ചെയ്യാവുന്നേ ഉള്ളൂ ബാറ്ററിയുടെ ഇഷ്യൂ ആണെങ്കിൽ. ഇതിപ്പോൾ നമുക്ക് 2 ടെർമിനലുണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. നമുക്ക് ചെയ്യേണ്ട, നമ്മൾ ഊരിയെടുത്ത സെയിം മെത്തേഡിൽ തന്നെ നമുക്കിവിടെ പോസിറ്റീവും നെഗറ്റീവും വയേഴ്സ് ഉണ്ട്, അത് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പോസിറ്റീവ് വയർ നമ്മുടെ പോസിറ്റീവ് സെക്ഷനിലേക്ക് കൊടുക്കാം. പോസിറ്റീവ് സെക്ഷനിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്യുക, നേരത്തെ ഉണ്ടായിരുന്ന പോലെ തന്നെ, പഴയ ബാറ്ററി നമ്മൾ റിമൂവ് ചെയ്ത പോലെ തന്നെ. എന്നിട്ട് നമ്മുടെ നെഗറ്റീവ് വയർ, ഓക്കെ, നെഗറ്റീവ് വയർ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് വയറാണ്, അത് ഇതിനകത്ത് നെഗറ്റീവ് സെക്ഷനിലേക്ക് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ കണക്ഷൻസ്, ഇത്ര സിമ്പിളാണ്. ഇനി നിങ്ങൾക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അകത്ത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ UPS ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാറ്ററി ഫിക്സ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് സ്ലോട്ടിൽ ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ സെക്ഷൻ, മുകളിലെ സെക്ഷൻ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് മുകളിലെ സെക്ഷൻ അങ്ങോട്ട് നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ആ സൈഡ് ആദ്യം ക്ലോസ് ചെയ്യാം, ഇപ്പുറത്തെ സൈഡ് ആദ്യം ക്ലോസ് ചെയ്യാം. ഇപ്പുറത്തെ സൈഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ബാക്ക് സൈഡും ഈ 2 സൈഡും നമുക്ക് ടൈറ്റായിട്ട് വരും. ഓക്കെ, ഇപ്പുറത്തെ സൈഡ് നിങ്ങൾ ക്ലോസ് ചെയ്യണം, കറക്റ്റ് ഗ്യാപ്പിലേക്ക് വെച്ചിട്ട് ഇവിടെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നോക്കാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്ക്രൂസ് ഇട്ട് ടൈറ്റ് ചെയ്യാം. ഓക്കെ, സ്ക്രൂസ് ഇട്ട് ടൈറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ബാറ്ററി ഇൻസ്റ്റലേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി. അപ്പോൾ UPS നമ്മൾ പവറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾ പുതിയ ബാറ്ററി ആയത് കാരണം ചില ബാറ്ററീസ് ചാർജ് ഉണ്ടാവും. എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 5 to 6 hours എങ്കിലും മിനിമം നമ്മുടെ ലോഡ് കണക്ട് ചെയ്യാതെ ഓഫാക്കി ഇടുക, ഓണാക്കി ഇടുക. ഓക്കെ, ലോഡൊന്നും ഞാനിപ്പോൾ ബാക്കിൽ കൊടുത്തിട്ടില്ല, കണ്ടോ, എല്ലാം ഒരു സോക്കറ്റിലും ലോഡ് കൊടുത്തിട്ടില്ല. ലോഡ് കണക്ട് ചെയ്യാതെ ഓണാക്കി ഇടുക. അപ്പോഴത്തേക്കും നമ്മുടെ പുതിയ ബാറ്ററി വെച്ചേക്കണം കംപ്ലീറ്റ്ലി ചാർജ് ആവും. അതിന് ശേഷം നിങ്ങൾ ലോഡ് കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്തിടുക. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തു, ഓൺ ചെയ്യണമെന്നും കൂടി, കണ്ടോ, ഓൺ ആവുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ പുതിയ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് സക്സസ് ആണ്. ഇതേപോലെയാണ് നമുക്ക് ഒരു 600 VA 12 വോൾട്ട് 7AH UPSൻ്റെ ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.